ഫ്രണ്ട്സ് ഇത് ഐഫോൺ 13 ആണ്. ഇതിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറഞ്ഞ സ്റ്റോറേജ് ഫുൾ ആണെന്നാണ്. 128 GB ആണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. 256 അപ്ഗ്രേഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരെ ഡിവൈസ് പവർ ഓഫ് ചെയ്തതിന് ശേഷം ബോട്ടം സ്ക്രൂ റിമൂവ് ചെയ്യാം. ഇതാണ് ഐഫോൺ 13ന്റെ മദർ ബോർഡ് വരുന്നത്. ഡബിൾ എയർ ബോർഡാണ്, അതുകൊണ്ട് അപ്പർ ലെയറിലാണ് ഇതിന്റെ നാൻഡേസ് വരുന്നത്. ഡബിൾ എയർ ബോർഡ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാതെ നമുക്ക് നേരെ നാൻഡേസ് റിമൂവ് ചെയ്യാം. പക്ഷേ ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം. ഹീറ്റ് കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലെയർ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഹീറ്റ് കറക്റ്റ് കൺട്രോൾ ആയതിനു ശേഷം നമുക്ക് നേരെ മദർ ബോർഡിൽ നിന്ന് നാൻഡേസ് ലിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നാൻഡേസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് മിസ്സിങ് വരാതെ വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം മദർ ബോർഡ് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് തന്നെ ഫ്ലെക്സ് ആഡ് ചെയ്ത് സോൾഡറിങ് ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് മദർ ബോർഡ് ക്ലീൻ ചെയ്യുക. അതുപോലെ സോൾഡറിങ് പിക്ക് ഉപയോഗിച്ച് അതിനകത്ത് വരുന്ന ഡ്രൈ ആയിട്ടുള്ള ലെഡ് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്കിന്നൊന്നും ഡാമേജ് വരാതെ വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഗമ്മ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാണ്. ഹീറ്റ് കറക്റ്റ് കൺട്രോൾ ചെയ്തേക്കണം. ഇത് നമ്മൾ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാതെ ചെയ്യുന്ന വർക്കാണ്. എന്തെങ്കിലും ഹീറ്റ് കൂടുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ലെയറിൽ ബോളൊക്കെ ചാടി കഴിഞ്ഞാൽ മദർ ബോർഡ് ഫുൾ ഷോട്ട് ആകാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ നാൻഡേസി നമുക്ക് നേരെ പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാൻഡേസി നമുക്ക് നേരെ റീബോൾ ചെയ്യാം. PPD കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഹീറ്റ് കറക്റ്റ് കൺട്രോൾ ചെയ്തതിന് ശേഷം നാൻഡേസി റീബോൾ ചെയ്തിട്ടുണ്ട്. ഇനി മദർ ബോർഡിലേക്ക് കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ നാൻഡേസി ഇൻസ്റ്റാൾ ചെയ്യാണ്. ഡയറക്ഷൻ മാറിപ്പോകാൻ പാടില്ല. ഫ്ലെക്സ് ആഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. മദർ ബോർഡ് കൂളതിന് ശേഷം ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നേരെ ഫ്ലാഷ് ചെയ്യാം. DFE മോഡിലാണ് കണക്ട് ആകുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡാറ്റ മസ്റ്റായിട്ട് ബാക്കപ്പ് എടുക്കണം, അല്ലെങ്കിൽ ഡാറ്റ പോകും. ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിവൈസ് ഇത് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് എല്ലാം ഒന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഫിനിഷ് ചെയ്യുക. നമുക്ക് നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സ്റ്റോറേജ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ 256 അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ മറക്കല്ലേ.